മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കാലടി സംസ്കൃത സർവകലാശാല ബഡ്ജറ്റിൽ ന്യൂജൻ കോഴ്സുകൾക്കും കാർബൺ ന്യൂട്രൽ ലക്ഷ്യത്തിനും മുൻഗണന. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 2026-27 സാമ്പത്തിക വർഷ ബഡ്ജറ്റിൽ ന്യൂജൻ കോഴ്സുകളും വിദേശ ഭാഷാ കോഴ്സുകളും ആരംഭിക്കുക, ഗ്രീൻ ഓഡിറ്റ് ടീം രൂപീകരിക്കുക, സർവകലാശാലയെ കാർബൺ ന്യൂട്രൽ സ്ഥാപനമാക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കുക എന്നിവ പ്രഖ്യാപിച്ചു. വിവിധ വകുപ്പുകളിൽ 5 അതിനൂതന സ്മാർട്ട് ക്ലാസ് റൂമുകളും നിലവിലുള്ള ക്ലാസ് മുറികളുടെ നവീകരണവും നടപ്പാക്കുക, എല്ലാ കെട്ടിടങ്ങളിലും മാതൃക സ്ത്രീ സൗഹൃദ മുറി ഒരുക്കുക എന്നിവയായിരുന്നു ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം ഈ സർവകലാശാലയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അവിടെ ഒരു പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എന്ന നിലയിലുള്ള സംഖ്യ നീക്കിവെക്കാൻ പരിമിതികൾ ഉണ്ടെങ്കിലും അത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുകയാണ്. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള അന്തർദേശീയ സെമിനാറുകളെല്ലാം സംഘടിപ്പിക്കുന്നത്, ലൈബ്രറിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നത്, ജേണലുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നത്, അതിനെല്ലാം വേണ്ടി ഏതാണ്ട് 1 കോടി രൂപ ബജറ്റ് നീക്കി വെച്ചിട്ടുണ്ട് എന്ന് കൂടി അറിയിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് വേണ്ട നിലയിൽ നമുക്ക് അവരുടെ യൂണിയൻ പ്രവർത്തനം, കലാകായിക പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ട നിലയിൽ മാറിയ കാലത്തിന് ആവശ്യപ്പെട്ട നിലയിൽ നമുക്ക് സംഖ്യ നൽകാനില്ലാത്തത്. എങ്കിലും അതിനൊന്നും ഒരു കുറവും വരുത്താതെയാണ് മുന്നോട്ട് പോകുന്നത്. അടുത്ത വർഷം ഡിഗ്രി സൗജന്യമാക്കുന്ന ഒരു കേരളത്തെയാണ് നമുക്ക് കാണാനാവുക. സർവകലാശാലയുടെ വരുമാനത്തിലൊക്കെ ഒരുപക്ഷെ കുറവുണ്ടാകാമെങ്കിലും അതിനെയൊന്നും ഒരു മേഖലയിലും വെട്ടിക്കുറവ് വരുത്താതെ നല്ല നിലയിൽ ഈ 165.85 കോടി രൂപ വരവും 177.19 കോടി രൂപ ചെലവും ഉൾപ്പെടുന്ന 11.34 കോടി രൂപയുടെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഫിനാൻസ് സ്ഥിരം സമിതി കൺവീനർ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ബഡ്ജറ്റ് അവതരിപ്പിച്ചു. റിസർച്ച് ഫെലോഷിപ്പിന് 3 കോടി രൂപ, സാൻസ്ക്രിറ്റ് എൻകറേജ്മെന്റ് സ്കോളർഷിപ്പിന് 60 ലക്ഷം രൂപ, IT ഇൻഫ്രാസ്ട്രക്ചർ, പുതിയ സെർവർ 1.5 കോടി രൂപ, ലൈബ്രറി വികസനം 1 കോടി രൂപ, ദേശീയ അന്തർദേശീയ സെമിനാറുകളിന് 50 ലക്ഷം രൂപ, ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര പഠന കേന്ദ്രത്തിന് 1.4 കോടി രൂപ, പ്രോജക്ട് മോഡ് കോഴ്സുകൾക്ക് 50 ലക്ഷം രൂപ, കായിക കലോത്സവങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതം എന്നിവയായിരുന്നു പ്രധാന വകയിരുത്തലുകൾ. 50 പുതിയ കമ്പ്യൂട്ടറുകളും ഓൺലൈൻ കോഴ്സുകൾക്കായി ഓൺലൈൻ ലേണിംഗ് സെന്ററിന് 1 കോടി രൂപ വകയിരുത്തി. ടോയ്ലറ്റുകളുടെ ഘട്ടം ഘട്ടമായ നവീകരണവും നടപ്പാക്കും. കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രങ്ങളിലെ അക്കാഡമിക് ബ്ലോക്കിന്റെ 2ാം ഘട്ടത്തിന് 10 ലക്ഷം രൂപ അനുവദിച്ചു. NCTE അനുമതി ലഭിച്ച BA BEd ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഈ വർഷം ആരംഭിക്കും. UGC പദ്ധതികളിലൂടെ 600 ലക്ഷം തിരികെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കും. സംസ്ഥാന സർക്കാർ പദ്ധതിയേതര ഇനത്തിൽ 8,375.52 ലക്ഷം, പദ്ധതി ഇനത്തിൽ 2,414 ലക്ഷം അനുവദിച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരി, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ സിൻഡിക്കേറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് K പ്രേംകുമാർ, രജിസ്ട്രാർ ഡോക്ടർ മോത്തി ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റ് കേരളത്തിന് പുറത്തുള്ള നമ്മുടെ സഹോദര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ കാലടി സംസ്കൃത സർവകലാശാലയിൽ പഠിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകേണ്ട മാധ്യമ സമൂഹത്തിലെ തന്നെ ചിലർ വളരെ കേന്ദ്രീകൃതമായി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെ ആ നിലയിൽ അറിഞ്ഞു പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റു പലരുടെയും അത്തരം തെറ്റായ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്നു എന്ന ഒരു വിഷമവും പരിഭവവും ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ വിഭവ സമാഹരണവുമായി ബന്ധപ്പെട്ട് എറണാകുളം ന്യൂസ് ബ്യൂറോ, കാലടി.